73-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം എന്താണ് പറയുന്നത്? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. എന്തെല്ലാം വാക്യം! നാം നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും പലതും കാണുന്നു, പലരെയും കാണുന്നു, പലരും നല്ലതായിട്ട് നൽകുന്നു. ചില ദുഷ്ടന്മാർ അവരെന്ത് ചെയ്താലും അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് വേദന ഒട്ടുമില്ല. അവരെ കണ്ട് അസൂയപ്പെടുന്ന ആസാഫ് എൻ്റെ ജീവിതത്തിലും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഫിഷേഴ്സ് ഓഫ് മെൻ. ഐ ആം എ ഫിഷർ ഓഫ് മെൻ ഓഫ് ഗോഡ്. മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വലയും വള്ളവും എല്ലാം വിട്ട് നമ്മൾ യേശുവിനെ ക്യാച്ച് ചെയ്യാൻ പോകണം. അതായത് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ എന്ന് സങ്കീർത്തന ആസാഫിൻ്റെ 73-ാം സങ്കീർത്തനം 3-ാം വാക്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 18-ാം വാക്യം എന്താണ് പറയുന്നത്? 18-ാം വാക്യം പറയുന്നത്, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര നല്ല വാക്യം! അവരെ നാശത്തിൽ തള്ളിയിടുന്നു, വഴുവഴുപ്പിൽ കൊണ്ട് നിർത്തുന്നു. വഴുവഴുപ്പിൽ നിർത്തുന്ന അനുഭവം. ഒരു പ്രശ്നവുമില്ല യേശുവിനെ വിളിക്കാതെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെ പോകുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർ നല്ലതായിട്ട് പന പോലെ തളിക്കുന്നതാണ്. എന്നാൽ നീതിമാന്മാരാ പന പോലെ തളിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വളരെ നിന്ദാപാത്രമാകുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു മാന്യതയും കൊടുക്കുന്നില്ല, നമ്മളെ ആദരിക്കുന്നില്ല, മാന്യത കൊടുക്കുന്നില്ല. ഒരു അസാൾട്ടായിട്ട് നിർത്തുന്ന അനുഭവം വന്നാലേ അറിയത്തുള്ളൂ. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. യൂട്യൂബ് പ്രോഗ്രാംസ് ഇത്ര ഞാൻ ചെയ്തു, എനിക്ക് യാതൊരു അപ്രിഷിയേഷനും ഇവിടെ നിന്നും എനിക്ക് വരുന്നില്ല. അതിനെ കർത്താവിന് സ്തോത്രം ചെയ്യണം. അതായത് സിനിമ പാട്ട് കൂത്തിടുകയാണെങ്കിൽ ഇപ്പം എനിക്ക് മാക്സിമം കമൻറ്റ്സ് വരുമായിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് വരുമായിരിക്കും. എനിക്കതിൽ ഒരു പ്രയാസവുമില്ല. ഞാൻ ചെയ്യുന്ന ഫ്രീ ആയിട്ട് ചെയ്യുകയാണ്. എനിക്കാരും പൈസ തരുന്നില്ല. ഫ്രീ ആയിട്ടാണ് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത്. ഈവൻ ട്രാക്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, ബൈബിൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാനൊരു വരുമാനം സമ്പാദിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഇവരെല്ലാം നല്ലതായിട്ട് എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ, നല്ലതായിട്ട് പോകുന്നു, ഒരു പ്രശ്നവുമില്ല. അല്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ ഇവിടെയും ദാരുണാന്ത്യം കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജ്ഞാനമുള്ള ഹൃദയം നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ചെടുക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ചെയ്യുന്ന ചെറിയ ഒരു സുവിശേഷ വേല അത് ദൈവം ജോർജ് മുള്ളറിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് മുള്ളർ എൻ്റെ ഇൻസ്പയറിങ് മോഡലാണ്. എത്ര നല്ല പ്രാർത്ഥനാ ജീവിതം കൊണ്ട് നടന്നു. തൻ്റെ കൂട്ടുകാരൻ മുഖേനയാണ് യേശുവിനെ അറിയുന്നത്. അതുപോലെ ഞാനും കൂട്ടുകാരി മുഖേനയാണ് യേശുവിനെ അറിഞ്ഞത്. അല്ലെങ്കിലും ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു, മാർത്തോമാ ചർച്ച്. പിന്നെ പെന്തിക്കോസ്ത് ചർച്ചിലും പോയിട്ടുണ്ട്. പെന്തിക്കോസ്തുകാർക്ക് ഇപ്പോൾ എന്നെ വേണ്ട, അതുകൊണ്ട് ഞാൻ മാർത്തോമായിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർത്തോമായിൽ പോകുന്നുണ്ട്. എന്നാൽ വീട്ടിൽ മനസ്സേന്ന് പ്രാർത്ഥിക്കും. വീട്ടിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നടത്തട്ടെ, അവരെ വഴുവഴുപ്പ് കടത്തുന്നത് കാണുവാൻ, അവരെ വഴുവഴുപ്പ് നാശത്തിലേക്ക് തള്ളിയിടുന്നത് കാണുവാൻ ആസാഫ് ചെന്നപ്പോൾ ആസാഫ് മനസ്സിലാക്കി എത്ര നല്ല കർത്താവ്. ഞാൻ വിചാരിച്ചെൻ്റെ യേശു അപ്പച്ചനെ കൈവിട്ടില്ല, എൻ്റെ ശത്രുക്കളെ കണ്ട് എൻ്റെ കണ്ണ് രസിക്കുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി. ആമീൻ.